ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണേ അമ്മേ. ഹലോ കൃഷ്ണേ, അമ്മ ഇവിടെ എന്തെടുക്കാടി? ദാ ഇവിടെ എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. മോളെ. ഹലോ അമ്മേ. നീ ഇതെന്താ ഇങ്ങോട്ട് വരാത്തെ? നീ ഇവിടെ ഇല്ലാത്തോണ്ട് എന്തോ പോലെ. ഉണ്ണിമായ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ? അതുകൊണ്ടെന്താ നീ ഇവിടെ ഉണ്ടാവുന്ന മാതിരിയാവോ? നോക്കി നോക്കിയിരുന്ന് എന്റെ കണ്ണ് കഴിച്ചു. അതെന്തിനാ അമ്മേ? ഞാൻ വരുന്നെങ്കിലും അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടല്ലേ വരാ. അമ്മ അപ്പ നോക്കിയിരുന്നാ മതി. ഇപ്പോഴേ വെറുതെ നോക്കിയിരുന്നിട്ട് കണ്ണ് കഴിക്കണ്ട. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇവിടെ എന്ത് കുഴപ്പം? നാട്ടിലെ പോലെ ഒന്നും അല്ല അമ്മേ. ഇവിടെ ആർക്കും ആരെയും പരിചയമൊന്നുമില്ല. ഒരാൾക്കും ആരുടെയും പ്രശ്നങ്ങളും അറിഞ്ഞൂടാ. അതുകൊണ്ടെന്താ, ആരുടെ മുന്നിലൂടെയും ധൈര്യമായിട്ട് നടക്കാം. ഒരു ചോദ്യം ഉണ്ടാവില്ല. എന്നാ പിന്നെ നീ അവിടെ തന്നെ അങ്ങ് കൂടിക്കോ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ചത്തോളാം. ദേ, മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്കെന്തിനാ ഇവിടെ തങ്ങേണ്ട ആവശ്യം? എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി വരാൻ കൊതിയുണ്ട്. പക്ഷേ വന്ന കാര്യമൊന്നും കഴിയണ്ടേ അമ്മേ, അതുകൊണ്ടാ. അമ്മേ, ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ. നവീൻ പറഞ്ഞ് 24 മണിക്കൂറിന് ശേഷവും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെന്ന് മമ്മിക്കറിയാം. സോ മമ്മി കളരിക്കൽ വിളിച്ച് പറയാം, ഈ ബന്ധത്തിന് നമുക്ക് താല്പര്യമില്ലെന്ന്. മമ്മിക്ക് തെറ്റി. ഞങ്ങൾ ഒരുമിച്ച് പുറപ്പെട്ട് കുറെ സമയം വരെ എന്നെ ഇംപ്രസ് ചെയ്യാവുന്ന ഒരു കാര്യവും നവീൻ ചെയ്തില്ല. പക്ഷേ ഇടയിൽ എപ്പോഴോ എനിക്ക് അയാളെ മനസ്സിലാവാൻ തുടങ്ങി. ഹിസ് ജെന്യുൻ, സത്യസന്ധനാണ്, വെരി സ്മാർട്ടാണ്, അതിലുപരി കെയറും. മമ്മി, എനിക്ക് നവീനിൽ തോന്നിയ പ്രത്യേകത എന്താണെന്നറിയോ? നവീൻ ഒരു കാര്യവും ബോധപൂർവം ചെയ്തിട്ടില്ല. അയാൾ നടക്കുന്ന വഴിയിലൂടെ എന്നെയും കൂടെ നടത്തി. അയാൾ പോകുന്നിടങ്ങൾ എനിക്കും കാണിച്ചു തന്നു. ആൻഡ് ഇറ്റ്സ് ഫുൾ ഓഫ് ലൈഫ്. സോ മമ്മിയുടെ മോള് തീരുമാനമെടുത്തു. ഗാഥ ശ്രീനിവാസൻ ഒരു വരനുണ്ടെങ്കിൽ അത് നവീൻ വർമ്മ മാത്രമായിരിക്കും. 24 മണിക്കൂർ കൊണ്ട് ഒരാളെ വിലയിരുത്തുക എന്നൊക്കെ പറയുന്നത്, ഒരു പെണ്ണ് കാണലിനിടയിൽ വീണ് കിട്ടുന്ന 1-2 മിനിറ്റ് കൊണ്ട് ഒരു പുരുഷനെ ഒരു സ്ത്രീ മനസ്സിലാക്കുന്നു, വിവാഹം കഴിക്കുന്നു. അതല്ലേ നമ്മുടെ നാട്ടിലെ സിസ്റ്റം. അത് വെച്ച് നോക്കുമ്പോ 24 മണിക്കൂർ തിങ്ക് എത്രയോ വലുതാ. യു ഡോണ്ട് വറി മമ്മി, യു ഹാവ് മേഡ് എ ഗുഡ് സെലക്ഷൻ. എനിക്ക് വേണ്ടി മമ്മി കണ്ടെത്തിയതൊക്കെ നമ്പർ 1 ആണ്. ഇപ്പോ നവീനും. താങ്ക് യു മമ്മി.